എന്താണ് ചനതയോ? ഒരൊറ്റ ചോദ്യം, ആരാണ് അള്ളാഹ് എന്ന് ചോദിക്കുമ്പോൾ സൃഷ്ടാവ് തമ്പുരാൻ. ഇതെല്ലാം നമുക്ക് പറയാം, പക്ഷേ എങ്ങനെയാണ് ഇവർക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കേണ്ടത്? അതാ പടച്ച തമ്പുരാന്റെ വചനങ്ങൾ മണിമണിയായി വരുന്നു. പരിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസിലെ 4 വചനങ്ങൾ സൃഷ്ടാവായ തമ്പുരാനെ കൃത്യമായി പരിചയപ്പെടുത്തുന്നു. ആരാണ് സർവേശ്വരനായ തമ്പുരാൻ? പറയുക കാര്യം, അവൻ ഏകനാണ് എന്നതാണ്. ഏകനും അദ്വിതീയനുമാണ് അവൻ. എല്ലാ അർത്ഥത്തിലും അസ്തിത്വപരമായി ഏകത്വം അവകാശപ്പെടുവാൻ സാധിക്കുന്ന സത്തയുള്ളവൻ. അതോടൊപ്പം തന്നെ അവനെപ്പോലെ മറ്റൊന്നുമില്ലാത്തവൻ. ആരാണോ അവൻ? അവനാരാണ്? അല്ലാഹു സമദ്. സമദാണവൻ. ആരാണ് സമദ് എന്ന് പറഞ്ഞാൽ? സമദ് എന്ന് പറഞ്ഞാൽ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ. എന്നാൽ എല്ലാം ആരെ ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത് അവൻ. ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ, എന്നാൽ എല്ലാം എന്തിനെ ആശ്രയിച്ചാണോ നിലകൊള്ളുന്നത് അവൻ. ലം യലിദ് വലം യൂലദ്. അവൻ ജനിച്ചിട്ടുണ്ടോ? ജനിച്ചിട്ടില്ല. അവൻ ആരെയെങ്കിലും ജനിപ്പിച്ചിട്ടുണ്ടോ? അതുമില്ല. പിന്നെയോ വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവുമായി സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് അവൻ അറിയാൻ കഴിയോ? ഇല്ല. ഒന്നുമായും അവൻ